ഭഗവതേ വാസുദേവായ. കസ്തൂരീതിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാലചൂടാമണി. കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മളിപ്പോൾ നാരായണീയത്തിലെ രണ്ടാമത്തെ ദശകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6 ശ്ലോകം കഴിഞ്ഞു. 6 ശ്ലോകത്തിൽ 1ഉം 2ഉം ശ്ലോകത്തിൽ ഭഗവാന്റെ സ്വരൂപ വർണ്ണന. അത് കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാമുള്ള ഭഗവാനിൽ മഹാലക്ഷ്മി വസിക്കുന്നു. അവൾ വേറെ ആരിലും സ്ഥിരമായിട്ട് വസിക്കുന്നില്ല, ഭഗവാനിൽ മാത്രമാണ് സ്ഥിരമായിട്ട് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് മറ്റുള്ളവരിൽ വസിക്കാത്തത് കൊണ്ട് അവൾക്ക് ചപല എന്ന പേരുണ്ടായത് കഷ്ടം തന്നെയാണ്. ചൊല്ലി നോക്കാം നമുക്ക് കേട്ടോ. സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലകപ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സ ദീപ്രം ഭജേ. സൂര്യനോട് സ്പർദ്ധ ചെയ്യുന്ന കിരീടമാണ്, ഗോപിക്കുറി കൊണ്ട് ശോഭിക്കുന്ന നെറ്റിത്തടമാണ്, ഭക്തന്മാരിൽ കരുണാ കടാക്ഷം പൊഴിക്കുന്ന കണ്ണുകൾ, കുളിർത്ത പുഞ്ചിരി കൊണ്ട് വിടർന്ന മൂക്കോട് കൂടിയവനാണ്. പിന്നെ ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം, മകരാഭയുള്ള കുണ്ടലങ്ങൾ, 2 കുണ്ടലങ്ങൾ കൊണ്ട് ഗണ്ഡങ്ങളെ ശോഭിപ്പിക്കുന്നതാണ്. വനമാല്യം, ഹാരപടലം, ശ്രീവത്സം, ഈ 3ഉം നിറയെ ശോഭിക്കുന്ന അങ്ങയുടെ രൂപത്തെ ഞാൻ ഭജിക്കുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വീണ്ടും കേയൂര അംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. അങ്ങയുടെ ആർത്തിച്ഛിതമായിട്ടുള്ള ആ മൂർത്തിയെ ഞാൻ അവലംബിക്കുന്നു, ആശ്രയിക്കുന്നു. 1ഉം 2ഉം ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ആ രൂപത്തെ നമ്മൾ കണ്ടു, അലങ്കാരങ്ങളൊക്കെ ചാർത്തിയ മനോഹരമായ രൂപം കണ്ടു. പിന്നെ പറയാണ് അങ്ങയുടെ രൂപം യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഈ 3 ലോകത്തിലേക്കും വെച്ചിട്ട് എല്ലാ നല്ല വസ്തുക്കളെക്കാളും നല്ലതായിട്ടുള്ള അങ്ങയുടെ ഈ രൂപം ഭുവനത്തിലെ, ലോകത്തിലെ ആർക്കാണ് കൗതുകമുണ്ടാക്കാത്തത് എന്ന്. 4ാമത്തെ ശ്ലോകം പറയുന്നത് തത്താദൃങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാപലബലാത് ചാപല്യവാർത്താ ഉദഭോത്. അത്തരത്തിലുള്ള മനോഹരമായ അങ്ങയുടെ ശരീരത്തിൽ
ഭഗവതിയായ ലക്ഷ്മി ദേവി വസിക്കുകയാണ് സ്ഥിരമായിട്ട്. അങ്ങയോടുള്ള ഭക്തിയിൽ ചാപല്യമില്ലാത്തത് കൊണ്ട് അവൾ സ്ഥിരമായിട്ട് അവിടെ വസിക്കുകയാണ്. പക്ഷേ ജനങ്ങളിൽ, മറ്റുള്ള ആൾക്കാരിൽ അവൾ സ്ഥിരമായിട്ട് വസിക്കാത്തത് കൊണ്ട് അവൾക്ക് ചപല എന്ന പേര് വന്നു ചേർന്നത് കഷ്ടമായിപ്പോയി ഭഗവാനെ എന്ന് പറയാണ് 4-ാമത്തെ ശ്ലോകത്തിൽ. 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ലക്ഷ്മീസ്താവകരാമണീയകഹൃതൈവേയം പരേഷ്വസ്ഥിരാ ഇത്യസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാഃ തേഷു ഏഷാ വസതി സ്ഥിരൈവ ദയിതപ്രസ്താവദത്താദരാ. അങ്ങയിൽ സ്ഥിരമായിട്ട് വസിക്കുന്നു, മറ്റുള്ളവരിൽ ഇല്ല എന്ന് പറഞ്ഞു. എങ്കിലും അങ്ങയുടെ ഗുണഗണങ്ങളെ പാടിപ്പുകഴ്ത്തുന്നവരും അങ്ങയുടെ കഥകൾ പറയുന്നവരുമായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ജനങ്ങളിൽ അവൾ സ്ഥിരമായിട്ട് വസിക്കുന്നു. തൻ്റെ കണവനെക്കുറിച്ച്, തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ആരാണ് ഭംഗിയായിട്ട് പറയുന്നത്, ഇത്ര ഭംഗിയായിട്ട് പറയണത് എന്ന് വിചാരിച്ച് അവരിൽ അങ്ങയുടെ കഥകളോടുള്ള ആദരവ്, അങ്ങയുടെ കഥ കേൾക്കാനുള്ള ആദരവ് കൊടുത്തുകൊണ്ട് അവരിൽ സ്ഥിരമായിട്ട് വസിക്കും എന്നും പറയുന്നു. ഇനി 6-ാമത്തെ ശ്ലോകത്തിൽ ഏവം ഭൂത മനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരഛിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈഃ ആനന്ദമൂർച്ഛോദ്ഭവൈഃ. ഇത്തരത്തിലുള്ള പുതിയ അമൃതിനെ വർഷിക്കുന്ന അതിമനോഹരമായ അങ്ങയുടെ ഈ ശരീരം, അതിനെക്കുറിച്ചുള്ള കഥകൾ പറയുകയോ അതിനെക്കുറിച്ചുള്ള ഭക്തിഗീതങ്ങൾ ആലപിക്കുകയോ ചെയ്യുമ്പോൾ അത് കേൾക്കുന്നവരുടെ മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നു, മതിപ്പിക്കുന്നു, അംഗങ്ങളെ പുളകം കൊള്ളിക്കുന്നു. അതുപോലെ അവരുടെ ഈ പ്രേമത്തിലുള്ള ആധിക്യം കൊണ്ട്, അങ്ങയോടുള്ള ആ ഭക്തിയുടെ അല്ലെങ്കിൽ ആ പ്രേമത്തിൻ്റെ ആധിക്യം കൊണ്ട്, സന്തോഷം കൊണ്ട് ഇങ്ങനെ ഒരു സന്തോഷം വരുമ്പോൾ ഒരു കുളിർത്ത കണ്ണുനീരിങ്ങനെ പൊഴിയാണല്ലോ, ആ കണ്ണുനീരിങ്ങനെ പൊഴിച്ച് ചുറ്റും വ്യാസിഞ്ചതി എന്നാണ് പറയണത്. ആനന്ദബാഷ്പം കൊണ്ടിങ്ങനെ എല്ലായിടത്തും കുളിർത്തിരിക്കുകയാണ്, നനഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗ സയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭ. വീണ്ടും ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിത യോഗ സയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭ. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളൊന്ന് പിരിച്ച് നോക്കാം. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതഃ യോഗഃ സഹ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരഃ യോഗീശ്വരൈഃ ഗീയത്തെ യോഗീശ്വരൈः സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിഃ
നിശ്രമം ഏവ. ഭക്തിർനിശ്രമമേവ. ഭക്തിഃ നിശ്രമം ഏവ. വിശ്വപുരുഷൈഃ ലഭ്യാ. വിശ്വപുരുഷൈർലഭ്യാ. വിശ്വപുരുഷൈഃ ലഭ്യാ. വിശ്വപുരുഷൈർലഭ്യാ. രമാവല്ലഭ. സംബോധന പ്രഥമയാണത്, രമാവല്ലഭ എന്നുള്ളത്. നമുക്കിനി അന്വയക്രമത്തിൽ അർത്ഥം നോക്കാം കേട്ടോ. ഏവം ഭൂതതയ. ഏവം എന്ന് വെച്ചാൽ ഇങ്ങനെ. ഏവം ഇങ്ങനെ, ഇപ്രകാരം. ഭൂതതയ. ഭൂതം ച ഭവിച്ച. ഭൂതം ഭവിച്ച. ഏവം ഭൂതം ഇപ്രകാരം ഭവിച്ച. ഏവം ഭൂതതയ ഇപ്രകാരം ഭവിച്ചതുകൊണ്ട്. എപ്രകാരം ഭവിച്ചതുകൊണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഭഗവാന്റെ രൂപം, ശ്രവണം, മനനം തുടങ്ങിയവ കൊണ്ട് മനസ്സിന് അലിവ് ഉണ്ടായതുകൊണ്ട്, ആർദ്രത ഉണ്ടായതുകൊണ്ട്, ചിത്താർദ്രത്വം ഉണ്ടായതുകൊണ്ട്, അനുഭൂതമായ ഉണ്ടായതായ എന്നർത്ഥം. ഏവം ഭൂതതയ എന്ന്, ഇപ്രകാരമുണ്ടായതായ. ഭക്തിയഭിഹിത സഹ യോഗ. ഭക്തിയഭിഹിത. ഭക്തി എന്ന് അഭിഹിതമായ, അഭിഹിതം പറയപ്പെടുന്ന, ഭക്തി അഭിഹിത, ഭക്തി എന്ന് പറയപ്പെടുന്ന, സഹ ആ യോഗ യോഗം. ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം എന്ന് വെച്ചാൽ ഭക്തിയോഗം എന്നർത്ഥം. അതായത് 3 തരം യോഗമുണ്ട്. യോഗം എന്ന് വെച്ചാൽ അർത്ഥം യോജിപ്പിക്കുന്നതാണ്, യോഗം ചേർക്കുന്നതാണ്, ഒരുമിച്ച് ചേരലാണ്. ഈശ്വരനോട് ചേരാനുള്ള ഒരു മാർഗ്ഗമാണ് യോഗം എന്ന് പറയുന്നത്. അത് 3 തരമുണ്ട്. ഭക്തിയോഗമുണ്ട്, കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗം. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. നല്ല നല്ല കർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ ഭഗവാനിലേക്ക് എത്തിച്ചേരും. നല്ല ജ്ഞാനം ഉണ്ടെങ്കിൽ, ജ്ഞാനം എന്ന് വെച്ചാൽ ഉപനിഷത്ത്, വേദങ്ങൾ തുടങ്ങിയിട്ടുള്ള ജ്ഞാനം, അത് പഠിച്ചിട്ടുണ്ടാവുന്ന ബ്രഹ്മജ്ഞാനം, ആ ജ്ഞാനം കൊണ്ടും നമുക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകും. അതുപോലെ തന്നെ ഭക്തിയോഗം, ഭക്തി കൊണ്ടും ഉണ്ടാവും ഈശ്വര സാക്ഷാത്കാരം. അപ്പം 3 തരം യോഗമുണ്ട്. എന്തൊക്കെയാണ്? ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം. അപ്പം ഇവിടെ യോഗീശ്വരന്മാരിങ്ങനെ പറയാണ്. എന്താ പറയണതെന്നറിയോ? യോഗീശ്വരൈഹി, യോഗീശ്വരന്മാരാൽ ഗീയതേ പറയപ്പെടുന്നു, പാടിപ്പുകഴ്ത്തപ്പെടുന്നു എന്ന്. എന്താണ്? ഭക്തി അഭിഹിത സഹ യോഗ. ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം, ഭക്തിയോഗം. കർമ്മജ്ഞാനമയാത് യോഗദ്വയാത്. കർമ്മയോഗത്തിനേക്കാളും ജ്ഞാനയോഗത്തിനേക്കാളും ഭൃശോത്തമതരഹ. ഭൃശം എന്ന് വെച്ചാൽ വളരെയധികം, ഉത്തമതരഹ ഏറ്റവും ഉത്തമമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് യോഗീശ്വരൈഹി യോഗീശ്വരന്മാരാൽ ഗീയതേ ഗാനം ചെയ്യപ്പെടുന്നു, പാടി പുകഴ്ത്തുന്നു എന്നർത്ഥം. അടുത്ത വരി പറയാണ്, സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തി നിശ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. ഹേ രമാവല്ലഭ, അല്ലയോ രമാവല്ലഭ, രമയുടെ വല്ലഭ. രമ മഹാലക്ഷ്മി, ലക്ഷ്മീദേവിയുടെ വല്ലഭനായിട്ടുള്ളവനെ, ഭർത്താവായിട്ടുള്ളവനെ, ലക്ഷ്മീകാന്ത. ഹേ രമാവല്ലഭ. സൗന്ദര്യൈകരസാത്മകേ. സൗന്ദര്യം എന്ന ഏകരസം, സൗന്ദര്യം എന്ന ഏകരസാത്മകമായ, ഏകരസമയമായ ത്വയി അങ്ങയിൽ പ്രേമപ്രകർഷാത്മിക ഭക്തി. പ്രേമം, അതും പ്രകർഷാത്മകമായ, പ്രകർഷം വെച്ചാൽ ഉത്കർഷം, വെറും പ്രേമല്ല, പ്രകർഷാത്മകമായ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രേമം. പ്രേമപ്രകർഷാത്മിക, ഉത്കൃഷ്ടമായ പ്രേമത്തോടു കൂടിയ പ്രേമമയമായ ഭക്തി, ഭക്തിയാണ്. നിശ്രമം ഏവ. നിശ്രമം, ശ്രമം കൂടാതെ, ശ്രമം എന്ന് വെച്ചാൽ പരിശ്രമം. നിശ്രമം, ഒരു പരിശ്രമവും വേണ്ട, ഒരു പ്രയാസവുമില്ലാതെ തന്നെ വിശ്വപുരുഷൈഹി, വിശ്വത്തിലുള്ള പുരുഷന്മാരാൽ, ഈ ലോകത്തിലുള്ള പുരുഷന്മാരാൽ, ലോകത്തിലുള്ള ജനങ്ങളാൽ, സാധാരണക്കാരായ ജനങ്ങളാൽ ലഭ്യ, ലഭിക്കപ്പെടുന്നു എന്ന്.
എല്ലാവർക്കും ജ്ഞാനം കിട്ടാനും അതുപോലെ തന്നെ കർമ്മം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജ്ഞാനം അറിയണമെന്നുണ്ടെങ്കിൽ, ജ്ഞാനം കിട്ടണമെങ്കിൽ ഉപനിഷത്തുക്കൾ, വേദങ്ങളെല്ലാതും വായിച്ച് 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 പഠിക്കണം. അതല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പഠിക്കണം, വേണ്ടേ? അതിന് കുറേ സമയമെടുക്കും. ഇനി കർമ്മമാണെങ്കിൽ അതുപോലെ തന്നെയാണ്. കർമ്മയോഗം എന്ന് വെച്ചാൽ കർമ്മ അത്ര എളുപ്പമൊന്നുമല്ല. കറക്റ്റ് ടൈമിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്ത് തീർക്കണം. അതും ഫലേച്ഛ കൂടാണ്ടുള്ള കർമ്മമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്താലാണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കിട്ടുക അത്. പക്ഷേ ഇത് എളുപ്പമാണ് അല്ലേ? എന്ത് സൗന്ദര്യൈകരസാത്മകനായിട്ടുള്ള അങ്ങയോടുള്ള ആ പ്രേമം, ആ ഭക്തി, ആ ഇഷ്ടം, ആ വർദ്ധിച്ച ഇഷ്ടം കൊണ്ടുണ്ടാകുന്ന ആ ഭക്തി ഉണ്ടല്ലോ, അതാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു പ്രയാസവും കൂടാതെ ലഭിക്കുന്നതാണ് എന്നർത്ഥം. അപ്പോൾ അങ്ങയോടുള്ള ഭക്തിയാണ്, ഭക്തിയോഗമാണ് ജ്ഞാനയോഗത്തിനേക്കാളും കർമ്മയോഗത്തിനേക്കാളും ഉത്കൃഷ്ടം എന്നാണ് പറയുന്നത്. ഒന്നുകൂടി നമുക്ക് അന്വയക്രമത്തിൽ തന്നെ നോക്കാം കേട്ടോ. ഏവം ഭൂതതയാ, ഇപ്രകാരം ഭവിച്ചതുകൊണ്ട്, ഭഗവാന്റെ രൂപശ്രവണം മനനം തുടങ്ങിയവ കൊണ്ട് മനസ്സിന് ഒരു അലിവ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള മനസ്സിനുണ്ടാകുന്ന ആർദ്രത, അലിവ് ഉണ്ടായതുകൊണ്ട്, ഇതുകൊണ്ട് തന്നെയാണ്, ആ അലിവ് അനുഭൂതമായതുകൊണ്ട് തന്നെയാണ് യോഗീശ്വരന്മാരാൽ, വ്യാസനാരദ ആദികളായ യോഗീശ്വരന്മാരാൽ ഭക്തി അഭിഹിത സഹ യോഗ, ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം കർമ്മജ്ഞാനമയാത് യോഗദ്വയാത്, കർമ്മയോഗം ജ്ഞാനയോഗം എന്ന രണ്ട് യോഗത്തേക്കാൾ ഭൃശോത്തമതരഹ, അത്യുത്തമമാണ്. ഇതി എന്ന് ഗീയതേ പാടിപ്പുകഴ്ത്തുന്നു. യോഗീശ്വരൈഹി, വ്യാസൻ, നാരദൻ തുടങ്ങിയ യോഗീശ്വരന്മാരാൽ ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം, അതായത് ഭക്തിയോഗം കർമ്മയോഗം ജ്ഞാനയോഗം എന്ന് അറിയപ്പെടുന്ന മറ്റ് രണ്ട് യോഗങ്ങളെക്കാൾ അത്യുത്തമമാണ് എന്ന് പാടിപ്പുകഴ്ത്തപ്പെടുന്നു. അടുത്ത വരിയിൽ പറയാണ്, ഹേ രമാവല്ലഭ, അല്ലയോ ലക്ഷ്മീകാന്ത, സൗന്ദര്യൈക രസാത്മകേ ത്വയി, സൗന്ദര്യം എന്ന ഒരേ ഒരു രസമാക്കുന്ന സ്വരൂപത്തോടു കൂടിയ നിന്നിൽ, അങ്ങയിൽ പ്രേമപ്രകർഷാത്മിക ഭക്തി, പരമപ്രേമരൂപത്തിലുള്ള ഭക്തി, വിശ്വപുരുഷൈഹി, ലോകത്തിലുള്ള മനുഷ്യരാൽ, സാധാരണക്കാരായ മനുഷ്യരാൽ, നിശ്രമം, ശ്രമം കൂടാതെ എളുപ്പത്തിൽ ലഭിക്കപ്പെടുന്നു, കൈവരുന്നു എന്നർത്ഥം. ഭഗവത് കഥകൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ ഭക്തി കൈവരുന്നു. ഈ ഭക്തിയോഗമാണ് നമുക്ക് ഭഗവാനിൽ എത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്നാണ് പറയുന്നത്. ഒരു വട്ടം കൂടി നമുക്ക് ഈ ശ്ലോകം ചൊല്ലാട്ടോ. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗ സയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭ. ഏവം ഭൂതതയാ ഹി, ഇപ്രകാരം ഉണ്ടായ ഭക്ത്യഭിഹിതോ യോഗ, ഭക്തിയോഗം എന്ന് പറയപ്പെടുന്ന യോഗം, യോഗദ്വയാത് കർമ്മജ്ഞാനമയാത്, കർമ്മയോഗം ജ്ഞാനയോഗം എന്നുള്ള രണ്ട് യോഗങ്ങളെക്കാളും ഭൃശോത്തമതരഹ, അത്യധികം ഉത്തമതരമാണ് എന്ന് യോഗീശ്വരൈഹി ഗീയതേ, യോഗിവര്യന്മാരാൽ പുകഴ്ത്തപ്പെടുന്നു. ഹേ രമാവല്ലഭ, അല്ലയോ ലക്ഷ്മീകാന്ത, മഹാവിഷ്ണു, ഗുരുവായൂരപ്പ, സൗന്ദര്യം എന്ന ഏകരസാത്മകമായിട്ടുള്ള അങ്ങയിൽ പ്രകർഷാത്മകമായ വർദ്ധിച്ചതായ പ്രേമം, സൗന്ദര്യത്തിടമ്പായിട്ടുള്ള ഭഗവാനിൽ
വർദ്ധിച്ച പ്രേമത്തോടു കൂടിയ ഭക്തി സാധാരണക്കാരായ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്. ആ ഭക്തി തന്നെയാണ് നമുക്ക് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാനായിട്ട് ഏറ്റവും ഉതകുന്നതും കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഉത്തമമായിട്ടുള്ളതും. ഇപ്പോൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ചൊല്ലി നോക്കാം അല്ലേ. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യ രമാവല്ലഭ. ഇവിടെ ഖലു എന്നൊരു വാക്ക് മാത്രം നമ്മൾ പറഞ്ഞില്ല അല്ലേ. ഖലു എന്ന് വെച്ചാൽ ആണല്ലോ എന്നർത്ഥം. വിശ്വപുരുഷൈഹി ലഭ്യാ ഖലു, വിശ്വപുരുഷന്മാരാൽ ഈ ഭക്തി ഒരു പ്രയാസവും കൂടാതെ ലഭിക്കുന്നത് ഖലു ആണല്ലോ എന്നാണ് കേട്ടോ. അടുത്ത ശ്ലോകം നമുക്ക് ചൊല്ലാം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യൽകർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയതസ്വധർമ്മചരണം യൽകർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. പദച്ഛേദം ചെയ്യാം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തത് ദൂരേത്യഫലം യത് ഔപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത് തു അവ്യക്തതയാ. തത് തു തത്തു തു പ്ലസ് ആ ത്വ തത് തു അവ്യക്തതയാ തത്വവ്യക്തതയാ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വൽപ്രേമാത്മകഭക്തിഃ ഏവ ത്വൽപ്രേമാത്മകഭക്തിരേവ ത്വൽപ്രേമാത്മകഭക്തിഃ ഏവ സതതം സ്വാദീയസി ശ്രേയസി. ഇനി നമുക്ക് അന്വയക്രമത്തിൽ അർത്ഥം നോക്കാം. നിഷ്കാമം കാമം കൂടാതെ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നതും. നിയത സ്വധർമ്മചരണം നിയതമായ നിശ്ചിതമായ സ്വധർമ്മം സ്വന്തം ധർമ്മമനുസരിച്ചുള്ള ആചരണങ്ങൾ. ഓരോ മനുഷ്യനും അവരവരുടെ ധർമ്മമനുസരിച്ചിട്ടുള്ള പ്രവർത്തികൾ ചെയ്യണം. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ ക്ഷത്രിയന് ചെയ്യേണ്ട കർമ്മങ്ങൾ ക്ഷത്രിയന്, ബ്രാഹ്മണർക്കുള്ള ആചരണങ്ങൾ വേറെ ആയിരിക്കും. അങ്ങനെ ഓരോ മനുഷ്യർക്കും വിഭാഗമനുസരിച്ച് അവരവരുടേതായിട്ടുള്ള നിത്യനൈമിത്തികങ്ങളായ വിധിപ്രകാരമുള്ള സ്വന്തം ധർമ്മങ്ങളുണ്ട്. അതൊക്കെ ആചരിക്കണം. അതിനാണ് നിയത സ്വധർമ്മചരണം എന്ന് പറയുന്നത്. അത് ജോലി എന്തായിരിക്കണം? നിഷ്കാമമായിരിക്കും വേണം. അതായത് ഫലം ആഗ്രഹിക്കാൻ പാടില്ല. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞേക്കണത്. കർമ്മയോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഫലം തന്നെ വന്നുകൊള്ളും നമുക്ക്. അപ്പോൾ നിഷ്കാമമായിട്ടുള്ള പ്രവൃത്തിയായിരിക്കണം. അതും അവരവരുടേതായിട്ടുള്ള ധർമ്മത്തെ
അനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവണം. നിത്യനൈമിത്തികങ്ങളായ വിധി പ്രകാരമുള്ള സ്വധർമ്മത്തെ ആചരിക്കുന്ന യാതൊരു കർമ്മയോഗാഭിധം, കർമ്മയോഗം എന്ന് അഭിധയുള്ള പറയപ്പെടുന്നതായ ഒരു യോഗം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നൊക്കെ പറഞ്ഞില്ലേ. അതിൽ കർമ്മയോഗത്തെ പറ്റിയാണ് ഇപ്പോൾ പറയണത്. കർമ്മയോഗം എങ്ങനെയുള്ളതായിരിക്കണം? നിഷ്കാമമായിരിക്കണം, ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നതും നിയത സ്വധർമ്മചരണം, നിത്യനൈമിത്തികങ്ങളായ വിധിപ്രകാരമുള്ള സ്വധർമ്മത്തെ ആചരിക്കുന്നതായ യാതൊരു കർമ്മയോഗാഭിധം, കർമ്മയോഗം എന്ന് പേരുള്ള ഒരു യോഗം. അത് ദൂരേത്യഫലം, അത് ദൂരെ വെച്ചാൽ വളരെ കാലം കഴിഞ്ഞാണ് അതിന് ഫലം കിട്ടുള്ളൂ. നമ്മൾ ഇന്ന് ചെയ്യുന്ന സൽപ്രവർത്തികളുടെ ഫലമൊന്നും നമുക്ക് ഇപ്പം തന്നെ കിട്ടണമെന്നൊന്നുമില്ല, അത് കുറേ കാലം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് കർമ്മയോഗം അത്ര എളുപ്പമല്ല എന്ന്. ഒന്നാമത്തെ കാരണം ഫലം ആഗ്രഹിക്കാതെ ചെയ്യണം, കൃത്യമായ സമയങ്ങളിൽ വിധിപ്രകാരമുള്ള സ്വന്തം ധർമ്മത്തെയൊക്കെ അനുഷ്ഠിക്കണം. അങ്ങനെയുള്ള കർമ്മയോഗത്തിൻ്റെ ഫലമോ അത് വളരെ ദൂരെ കാലം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് കർമ്മയോഗം അത്ര എളുപ്പമല്ല. പിന്നെയും പറയാണ് ഇനി അടുത്തത് പുനഃ, പിന്നെ യാതൊന്നാണോ ഔപനിഷദജ്ഞാനോപലഭ്യം, ഉപനിഷത്തുക്കളുടെ ജ്ഞാനത്തിൽ നിന്നും ലഭിക്കുന്ന ഔപനിഷദ ജ്ഞാനോപലഭ്യമായിട്ടുള്ള അടുത്ത യോഗം ജ്ഞാനയോഗമാണത് അല്ലേ. ഉപനിഷത്തുക്കൾ, വേദങ്ങൾ ഒക്കെ പഠിച്ച് സ്വയമേവ പഠിക്കാം, ഗുരുക്കന്മാരെ അടുത്ത് പോയിട്ട് പഠിക്കാം. അങ്ങനെയൊക്കെ പഠിച്ചിട്ട് അവസാനം ബ്രഹ്മം എന്താണ്, പരബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് ചേരലാണല്ലോ മോക്ഷം എന്ന് പറയുന്നത്. അതാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. തത് തു, അങ്ങനെയുള്ള ആ ജ്ഞാനയോഗമാകട്ടെ, അത് തു ആകട്ടെ അവ്യക്തമായതുകൊണ്ട് അത്ര എളുപ്പമല്ല, പെട്ടെന്ന് മനസ്സിലാവില്ല. പഠിക്കാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ സ്വയമായിട്ട് അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിക്കുകയുള്ളൂ. വെറുതെ പുസ്തകം വായിച്ച് കിട്ടുന്ന അറിവും അനുഭവത്തിൽ നിന്നും കിട്ടുന്ന അറിവും വ്യത്യാസമുണ്ട്. അപ്പോൾ ജ്ഞാനത്തിൽ നിന്നും കിട്ടുന്ന അറിവ് അത് അവ്യക്തമായതുകൊണ്ട് ചിത്തസ്യ, മനസ്സിലേക്ക് ദുർഗമമാണ്, ഗമിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ദുർഗമം ദുഃഖേന ഗന്തും ശക്യം, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് മനസ്സിലേക്ക് കയറുള്ളത് എന്ന് വെച്ചാൽ എന്താർത്ഥം? പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്, പിടികിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ് എന്നർത്ഥം. അപ്പോൾ ജ്ഞാനയോഗവും അത്ര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന്. ജ്ഞാനയോഗത്തിലൂടെയും നമുക്ക് പെട്ടെന്ന് ഈശ്വര സാക്ഷാത്കാരം കിട്ടാൻ പറ്റില്ല. പിന്നെ അടുത്തത് പറയാണ്, ഹേ വിഭോ, അല്ലയോ വിഭോ ഭഗവാനേ, തസ്മാത് അതുകൊണ്ട് ത്വൽപ്രേമാത്മക ഭക്തി ഏവ, ത്വൽപ്രേമാത്മക ഭക്തി, അങ്ങയോടെ നിന്നോടുള്ള പ്രേമം, നിൻ്റെ ആ ശരീരത്തിൻ്റെ സൗന്ദര്യം തന്നെ കണ്ടാൽ മതി അല്ലേ. അപ്പോൾ നിന്നോടുണ്ടാകുന്ന ആ പ്രേമാത്മകമായിട്ടുള്ള അങ്ങനെയുള്ള ഭക്തി, അങ്ങയോടുള്ള പ്രേമാത്മകമായ ഭക്തി തന്നെയാണ്, ഭക്തിയോഗം തന്നെയാണ് സ്വാദീയസി, ഏറ്റവും സ്വാദുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും മധുരതരവും ശ്രേയസി, ശ്രേയസ്കരവുമായിട്ടുള്ളത്. അപ്പോൾ 3 യോഗമുണ്ട്. ഭഗവാനുമായിട്ട് യോഗം വരാനായിട്ട്, യോജിക്കാനായിട്ട് 3 മാർഗമുണ്ട്. 1 കർമ്മയോഗം, 2 ജ്ഞാനയോഗം, 3 ഭക്തിയോഗം. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ആ കർമ്മം നിഷ്കാമമായ കർമ്മമായിരിക്കണം, ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നതായിരിക്കണം. അത്ര എളുപ്പമല്ല, എല്ലാവരും ഫലം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അല്ലേ. ഇനി ആഗ്രഹിക്കാതെ ചെയ്യേണ്ടത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പിന്നെ നിയത സ്വധർമ്മചരണം, വിധിപ്രകാരമുള്ള സ്വന്തം ധർമ്മത്തെ കൃത്യമായിട്ട് ആചരിക്കണം. അങ്ങനെ ചെയ്താൽ തന്നെ അതിൻ്റെ ഫലം ദൂരേത്യഫലം, ദൂരെയാണ് കിട്ടുള്ളൂ, വളരെ കാലം കഴിഞ്ഞാൽ ഫലം കിട്ടുള്ളൂ. അപ്പോൾ കർമ്മയോഗം അത്ര ഈസിയല്ല.
പിന്നെ അടുത്തത് ഔപനിഷദജ്ഞാനോപലഭ്യം, ഉപനിഷത്തുക്കൾ വേദമന്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് കിട്ടുന്ന ജ്ഞാനം. അതും അവ്യക്തതയാ തത് തു, അങ്ങനെയുള്ള ആ ജ്ഞാനമാകട്ടെ അവ്യക്തതയാ, അവ്യക്തമായതുകൊണ്ട്, അത്ര വ്യക്തമല്ല, അതുകൊണ്ട് തന്നെ ചിത്തസ്യ സ്വദുർഗമതരം, ചിത്തത്തിലേക്ക് മനസ്സിലേക്ക് ഗമിക്കാൻ എളുപ്പമല്ല, മനസ്സിലേക്ക് കയറാനായിട്ട്, മനസ്സിലാകാനായിട്ട് എളുപ്പമല്ലാത്തതിനാൽ അതും എന്താണ് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണെന്ന്. യാതൊരു യോഗമാണോ ഔപനിഷദജ്ഞാനോപലഭ്യം, ഉപനിഷത്തുക്കളുടെ ജ്ഞാനത്തിൽ നിന്നും ലഭിക്കുന്നത്, തത് അത്, ജ്ഞാനയോഗം, തു ആകട്ടെ, തത് തു അതാകട്ടെ, അവ്യക്തതയ അവ്യക്തമായതുകൊണ്ട്, ചിത്തസ്യ സ്വദുർഗമതരം മനസ്സിലേക്ക് ഗമിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, മനസ്സിനെ പിടികിട്ടാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഈ ജ്ഞാനയോഗവും. തസ്മാത്, അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, ത്വൽപ്രേമാത്മക ഭക്തി ഏവ സ്വാദീയസി ശ്രേയസി, അങ്ങയോടുള്ള പ്രേമാത്മകമായ ഭക്തി തന്നെയാണ് സ്വാദീയസി, സ്വാദിഷ്ടവും മധുരതരവും ശ്രേയസ്കരവുമായിട്ടുള്ളത്. അത് എളുപ്പമല്ലേ? ഭക്തി, ഭഗവാന്റെ സൗന്ദര്യം കണ്ടു, ഭഗവാന്റെ ഗുണഗണങ്ങൾ കേട്ടു, ഭഗവാനെ കീർത്തിക്കുന്ന ശ്ലോകങ്ങളിലൂടെയും ഭഗവാന്റെ കീർത്തനങ്ങളിലൂടെയും ഭഗവാന്റെ കഥകൾ പറഞ്ഞും അത് കേട്ടും അതിലുള്ള ആ ഭക്തി വളരെ എളുപ്പത്തിൽ പറ്റുന്നതാണ്. അങ്ങയോടുള്ള പ്രേമാത്മകമായ ഭക്തി വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റ് രണ്ട് യോഗങ്ങളും, കർമ്മയോഗവും ജ്ഞാനയോഗവും എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല എന്ന്. അതുകൊണ്ടാണ് ഇത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനൊന്ന് സമർത്ഥിച്ചതാണ് ഇപ്പോഴത്തെ ശ്ലോകത്തിൽ. മനസ്സിലായോ? ശ്ലോകം ചൊല്ലാം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സ്വദുർഗമതരം ചിത്തസ്യ. തസ്മാദ് വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. സതതം, സതതം എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും എന്നർത്ഥം. സതതം, സന്തതം എന്നൊക്കെ പറഞ്ഞാൽ എല്ലായ്പ്പോഴും. സ്വാദീയസി ശ്രേയസി ച. നിത്യനൈമിത്തികങ്ങളായ വിധിപ്രകാരമുള്ള സ്വന്തം ധർമ്മത്തെ ആചരിക്കുന്നതുമായ യാതൊരു കർമ്മയോഗാഭിധം, കർമ്മയോഗമെന്ന് പേരുള്ള യോഗം, തത് അത്, ദൂരേ ഏതി അഫലം, ദൂരേത്യഫലം, അത് ദൂരെയാണ്, അതിൻ്റെ വളരെ കാലം കഴിഞ്ഞിട്ടേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ. രണ്ടാമത് പറയുന്നു, യത് ഔപനിഷദജ്ഞാനോപലഭ്യം പുനഃ, പിന്നെ ഔപനിഷദജ്ഞാനോപലഭ്യം, ഉപനിഷത്തുക്കളുടെ ജ്ഞാനത്തിൽ നിന്നും ലഭിക്കപ്പെടുന്ന യാതൊരു ജ്ഞാനമാണോ, ജ്ഞാനയോഗമാണോ, അത്, തത് തു അതാകട്ടെ, അവ്യക്തതയ അവ്യക്തമായതുകൊണ്ട്, ചിത്തസ്യ സ്വദുർഗമതരം ചിത്തത്തിലേക്ക് കയറാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്, പിടികിട്ടാൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് തസ്മാത് അതുകൊണ്ട്, ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം, അങ്ങയോടുള്ള പ്രേമാത്മകമായ ഭക്തി തന്നെയാണ്, ഭക്തിയോഗം തന്നെയാണ്, സ്വാദീയസി മധുരതരവും ശ്രേയസി ശ്രേയസ്കരവുമായിട്ടുള്ളത്. എന്ത് വ്യക്തം അല്ലേ? മുൻപത്തെ ശ്ലോകത്തിനെ സമർത്ഥിച്ചിരിക്കുന്നതാണ് ഈ ശ്ലോകത്തിലൂടെ. ഒന്ന് ചൊല്ലാൻ നമുക്ക്. നിഷ്കാമം നിയതസ്വധർമ്മചരണം യൽകർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ
ത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ശ്ലോകം നമുക്ക് നാളെ പഠിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.